പക്ഷേ ഇത് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏതെങ്കിലും സംഘടനകൾക്ക് അതീതമായി ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവതയും നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ് എന്നുള്ളത് പറയുമ്പോൾ അത് മറ്റാരെങ്കിലും കുറച്ചു കാണിക്കാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് തെറ്റായ കാര്യമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ച് പുറത്താക്കിയ പ്രക്ഷോഭത്തിന്റെ ചരിത്ര വിജയത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ സമാനതകളില്ലാത്ത ഇടപെടലുകൾ എടുത്തു പറയേണ്ട ഒന്നാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിന് കൂടുതൽ കരുത്തേകി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകളായിരുന്നു. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണോ എന്ന് സംശയം ഉന്നയിച്ചവർക്ക് കൃത്യവും ശക്തവുമായ മറുപടിയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡൽഹിയുടെ തെരുവിൽ സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പോലീസും ഭരണകൂടവും ക്രൂരമായി മർദ്ദിച്ചൊതുക്കുന്നത് കണ്ടപ്പോഴാണ് രാഹുൽ ഗാന്ധി നേരിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങിയത്. നാടിന്റെ ഭാവിയായ കുഞ്ഞുങ്ങളെ തെരുവിൽ തല്ലിച്ചതക്കുന്നത് കണ്ടപ്പോൾ കേവലം ഒരു സാധാരണ പ്രതിഷേധ പ്രകടനം കൊണ്ട് കാര്യമില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ സ്വന്തം സുരക്ഷാ വലയങ്ങളെയും പ്രോട്ടോകോളുകളെയും പൂർണ്ണമായി മറന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും ഓഫീസിലേക്കും അദ്ദേഹം ഓടിയെത്തി നടത്തിയ അസാധാരണമായ പ്രതിഷേധം നടത്തുകയായിരുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് പൊതുപരീക്ഷകളിലെ പേപ്പർ ചോർച്ചയെക്കുറിച്ചും ക്രമക്കേടുകളെക്കുറിച്ചും നിരന്തരം ശബ്ദമുയർത്തിയത് ഇതേ രാഹുൽ ഗാന്ധിയാണെന്നുള്ള വസ്തുത നമ്മൾ ആരും മറക്കരുതെന്ന് KC വേണുഗോപാൽ പറയുകയുണ്ടായി. കൂടാതെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കെല്ലാം അതീതമായി ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ ഐതിഹാസികമായ പ്രക്ഷോഭത്തിന്റെ അന്തിമ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥി ശക്തിക്ക് മുന്നിൽ ഭരണകൂടം അടിപതറിയതോടെ 56 ഇഞ്ച് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിക്ക് ഇനി അധികാരത്തിലിരുന്ന് നിഷ്ക്രിയത്വം തുടരാൻ കഴിയില്ലെന്നും ജനകീയ പ്രതിഷേധങ്ങളുടെ ശക്തിക്ക് മുന്നിൽ ഏതൊരു സ്വേച്ഛാധിപത്യ ഭരണത്തിനും വീഴ്ച സംഭവിക്കുമെന്നും KC വേണുഗോപാൽ തുറന്നടിച്ചു. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കാം. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ BJP എന്ന പേര് ഉപയോഗിക്കാതെ പ്ലാറ്റ്ഫോം എന്ന് പകരം ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെ ചർച്ച ചെയ്യപ്പെടുന്നു. നിങ്ങൾ ചർച്ച ചെയ്യും എന്നല്ലാതെ പിന്നെ അടുത്ത് പറയാം. ഒരാശങ്കയില്ല. രാഹുൽ ഗാന്ധിയെ കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ ഈ പോരാട്ടത്തിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ തല്ലിച്ചതക്കെന്ന് കണ്ടപ്പോൾ അതൊരു സാധാരണ പ്രതിഷേധം കൊണ്ട് തീരേണ്ടതല്ല, അസാധാരണമായ പ്രതിഷേധം വേണം എന്ന് മനസ്സിലാക്കിയിട്ട് സുരക്ഷാ വലയങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മുന്നിലേക്ക് ഓടിയെത്തി അവിടെ ഇരുന്ന് നടത്തിയ സമരം ലോകം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. ലോക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ രാഹുൽ ഗാന്ധി തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ പേപ്പർ ലീക്ക് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം പോകുന്നിടത്തെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും പാർട്ടിയുടെ പേര് പറഞ്ഞതിനോ ഏതെങ്കിലും സംഘടനകളുടെ പേര് പറഞ്ഞതിനോ യാതൊരു വിമുഖതയും ഇല്ല, വിഷമവും ഇല്ല. പക്ഷേ ഇത് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏതെങ്കിലും സംഘടനകൾക്ക് അതീതമായി ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവതയും നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ് എന്നുള്ളത് പറയുമ്പോൾ അത് മറ്റാരെങ്കിലും കുറച്ചു കാണിക്കാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് തെറ്റായ കാര്യമാണ്. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്. തീർച്ചയായിട്ടും അവകാശ ലംഘനമാണ്. പ്രതിപക്ഷ നേതാവിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്ന രംഗമല്ല, ഞാൻ അടുത്തേൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, ചോര വന്നിട്ടിരുന്നു. ഞങ്ങൾക്കെല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നുകൂടെ അത് പറയാത്തത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, ഞങ്ങളുടെ പരിക്ക് ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. പക്ഷെ പാവപ്പെട്ട കുട്ടികളെ തല്ലിയ രീതിയാണ് ഇന്ത്യ ചർച്ച ചെയ്യേണ്ടതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ഇതുപോലെയാണോ കുട്ടികളോട് നേരിടേണ്ടത്? പെൺകുട്ടികളെ ആരാ തല്ലുന്നത്? പുരുഷ പോലീസുകാർ. തലസ്ഥാന നഗരത്തിന് ഇത്തരം സംഭവം ഉണ്ടാവുക രാജ്യത്തിന് തന്നെ നാണക്കേടല്ലേ? അപ്പൊ നരേന്ദ്രമോദി 56 ഇഞ്ചും വെച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ലേ? ഇനി കൃത്യമായിട്ടും ഇന്ത്യയിലെ ജനങ്ങളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാർക്കും മോഡിക്ക് കൃത്യമായിട്ടുള്ള നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അതല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നവരെ തല്ലി തീർത്തിട്ടും അവരെ കളിയാക്കിയിട്ടും അവരെ അപഹസിച്ചും അല്ല മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഭരണാധികാരികൾക്ക് മുന്നറിയിപ്പാണ് മോഡിക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്.